എന്റെ ഏട്ടനെ മണിയേട്ടൻ ഇത്രയും കൊല്ലം കഴിഞ്ഞ് കണ്ടപ്പോ നീ എന്നെ വിശ്വസിക്കുവോ മണി? കണ്ടപ്പോ നല്ല 2 വാക്കെങ്കിലും പറയാൻ തോന്നിയില്ലല്ലോ. തോന്നാഞ്ഞിട്ടല്ല മണി, പരിസ്ഥിതി എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. സുന്ദർ പോയാല് നമുക്ക് വീട്ടിൽ പോയി വരട്ടനെ കാണാം. നമുക്ക് നാളെ തന്നെ വീട്ടിൽ പോണം. മണിയേട്ടന്റെ അച്ഛന് വളരെ കൂടുതലാണ്. മണിയേട്ടനെ കാണണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അച്ഛൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേറെ പണിയില്ലേ? 100 കാര്യങ്ങളുണ്ട് ഇവിടെ. പുഴ കടന്ന് നീന്തി എഴഞ്ഞ് അവിടെ ചെല്ലണം. അതും നാളെ തന്നെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഈശ്വരൻ വിചാരിച്ചാലേ എല്ലാവരുടെയും ഭ്രാന്ത് മാറും. 1 മിനിറ്റ് ആ സുന്ദരനോട് നന്നായി പെരുമാറിയ നിന്റെ വള ഊരിപ്പോകുമോ? ഞാൻ നന്നായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളൂ. ആ വങ്കന് നിന്നോട് ഭയങ്കര കമ്പം. ഇങ്ങനൊരു അവസരം നമുക്കിനി കിട്ടില്ല. നീ ഒന്ന് ചിരിച്ച് ഒരു വാക്കേ പറയണ്ടു. മണിയേട്ടൻ എന്തായി പറയണേ? നീ അയാളും തൊട്ടു തന്നെ വിചാരിക്കാം. നമുക്കെന്താ നഷ്ടം? നമുക്ക് നമ്മുടെ കാര്യം കാണണം. മണിയേട്ടന്റെ ജീവൻ പോണ കാര്യാച്ച ഞാൻ എന്തും ചെയ്യും. പക്ഷേ എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ മണിയേട്ടൻ എങ്ങനെ കഴിഞ്ഞു? മണിയേട്ട, ഞാൻ ഒരു വലിയ അപകടത്തിലാണ് മണി. നിന്നോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഇത് മണിയേട്ടന്റെ ജീവൻ പോകുന്ന കാര്യം തന്നെയാണ്. കടമോ? നമുക്കോ? എങ്ങനെ? വരവിലും കൂടുതൽ ചെലവാക്കിയിട്ട് തന്നെയാണ്. വളരെ വലിയവരുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ട് വലിയൊരു കടക്കാരനായി. ഇനിയിപ്പോ ജപ്തി, അറസ്റ്റ് വാറന്റ്, ജയില്. മണിയേട്ട, വേണ്ട മണി, ഞാൻ ജയിലിലോ എവിടെ വേണമെങ്കിലും പോവാം. വേണ്ട. വേണം. എനിക്ക് മണിയേട്ടനെ വേണം. മണിയേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഈശ്വര, എന്തിനീ പരീക്ഷ? വേണ്ട മണി, ഇനി ഒന്നും വേണ്ട. Beautiful. Kerala is beautiful. Problem state, you know. We'll solve it somehow. You're a lucky bastard. We'll be luckier with the majority shares you have promised. അമ്മണി, നീ എന്താ ഈ രാത്രി തന്നെ ഇങ്ങ് പോന്നേ? എന്തൊക്കെയാ മണിന്റെ വിശേഷങ്ങൾ? ഒന്നും പറയണ്ടമ്മേ. മണിയെ എന്നെ കണ്ടോണ്ടേ എന്റെ അടുത്തേക്ക് ഓടി വന്നു, കയ്യിലെ ഒരു നിറഞ്ഞ ഗ്ലാസുമായിട്ട്. അവന് പണ്ട് തന്നെ എന്തിഷ്ടാണെന്നോ വേണ്ടപ്പെട്ടവരെയൊക്കെ. എന്നെ അവൻ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ച് നേരെ അവന്റെ കിടക്കയിൽ അങ്ങോട്ട് കൊണ്ടിരുത്തി. പിന്നെ അങ്ങോട്ട് സൽക്കാരം തന്നെ സൽക്കാരം. അവന്റെ ദേഹമൊക്കെ നന്നായിരിക്കണോ അതോ? ഒക്കെ നന്നായിരിക്കുന്നു. വലിയ വീടാ? വീടോ? വീടല്ലമ്മേ, ഒരു വലിയ കോട്ട. നീ ഓടി പോന്നതിന് മണ്യൻ അലോഹ്യമായിട്ടുണ്ടാവും. ഞാൻ പോന്നതിന് അവനിപ്പോ കരയാനുണ്ടാവും. നിനക്കിപ്പോ വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലേ? എന്നാലും കാലും മോഹം കഴിയുക. തഴപ്രശ്നം കിടക്കണ്ട. എന്റെ വയറ് ഇപ്പൊ വല്ലാതെ നിറഞ്ഞിരിക്കുന്നു അമ്മേ. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല, സ്വപ്നം കണ്ടൂത്രേ. എന്താടോ? മണിയന് എന്തോ അപകടം പറ്റിയെന്ന് വെപ്രാളും വിളിയും കേട്ടപ്പോ ഞാനും ഒന്ന് നിലവിളിച്ചു പോയി. മോനെ, നീ പോയി മണീനെ ഒന്ന് കൂട്ടിക്കൊണ്ടെന്നാലോ? ഈ രാത്രിയില് ഇപ്പൊ ബാല്യം പറഞ്ഞു വിടണോ? എന്നെ കണ്ടപ്പോ മണിയനെ കാണാൻ എനിക്ക് ഇനി വിധിയില്ലായിരിക്കുമോ എന്നാ ചോദിച്ചത്. നീ ഒന്ന് പോയിട്ട് വാ. ആ വിരുന്നുകാരന് കിടക്കാൻ മുറി കാട്ടിക്കൊടുത്തിട്ടില്ല. ഇരിപ്പാണ് അവിടെ. അമ്മാവൻ കാട്ടിക്കൊടുക്കണോ? വേണ്ട, ഞാൻ കാട്ടിക്കൊടുക്കാം. എന്നാ അമ്മാവൻ അടുക്കളയിലേക്ക് പോയിക്കോട്ടെ. Your bed is ready. It looks like you're unhappy, but sorrow adds to your beauty, my dear. Your bed is ready. Show me, please. This way. Please come. This is your bed.
Why do you think that I took all this trouble? You are very kind. Please help my husband. I think he is in some trouble. Certainly I will, for your sake. Excuse me. Press the bell if you need anything. I need something. Yes? I need you. You told me at Bombay that I can treat you as my brother. Brother, don't be silly. Come on. I like fighting today. Part of the game. And now for the real. Enough, darling. Enough. Not that loud, my dear. You will rout the whole neighborhood. അമ്മിണി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഇവിടെ നിൽക്കണ്ട. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മാവ, മണിയും വന്നാൽ പറഞ്ഞേക്കും അവന്റെ അച്ഛന് ദണ്ഡം കൂടുതലാണ്. നിനക്ക് വല്ലതും എടുക്കാമെങ്കിൽ എടുത്തു. ഇത് മണിയേട്ടിന് കൊടുക്കണം. ഈ താക്കോലും എന്റെ ആഭരണങ്ങളെല്ലാം അലമാരയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ഈ താലി ഒഴികെ എനിക്കൊന്നും വേണ്ട. അമ്മിണി, എളുപ്പാട്ടെ, വേഗം വരൂ.